പിന്നെ സ്റ്റെയർ ഏരിയ ആണ്. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ കംപ്ലീറ്റ് വുഡ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് GIയിലാണ് ഈ സ്റ്റെയർ അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുക്കുമ്പോൾ കാണാൻ നല്ല മനോഹരമാണ്. അപ്പോൾ ഇവിടെ എത്ര ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്? ഇവിടെ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, റോളർ ഉപയോഗിച്ചിട്ടുണ്ട്, സീബ്ര ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബ്ലൈൻഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ 1950 സ്ക്വയർ ഫീറ്റിലാണ് 4 ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലും താഴെയും ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളും സെപ്പറേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ സ്റ്റെയറിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് സ്പേസ് കുറവുണ്ട്. അപ്പോൾ ഈ സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം താഴെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോപ്പ് ടൈപ്പിൽ ഈ ഹാൻഡ് റെയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓ, അത് ശരി. നമ്മളിപ്പോൾ കട്ടിലൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടുന്ന് ഓക്കെ, അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് സ്ലൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പം നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഇവർ വീട് വെക്കുന്നത്.